യേശു അധികം സ്നേഹിച്ച ലാസറിന്റെ കുടുംബം യേശുവിനായി ഒരുക്കിയ ഒരു വിരുന്ന് ഈ കാലത്തിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? കോന്നി സെന്റ് ജോർജ് ഓർത്തഡോക്സ് മഹാ ഇടവക മർത്തമറിയം വനിതാ സമാജം അവതരിപ്പിക്കുന്ന ദൃശ്യാവിഷ്കാരം. മാർത്ത. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോർ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോർ പടകിലുണ്ട്. സമയം പോയല്ലോ. ഇവിടുത്തെ വീട്ടുജോലി ഒന്നും തീർന്നിട്ടില്ല. പണി തീർന്നിരുന്നെങ്കിൽ എനിക്കും കൂടെ യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോകാമായിരുന്നു. അതിനെന്താ മാർത്തേ, നമുക്ക് ഒരുമിച്ച് പോകാം പ്രസംഗത്തിന്. തീ കത്തിക്കാ എന്നിൽ, തീ കത്തിക്കാ സ്വർഗീയ രാജാവേ, തീ കത്തിക്കാ, തീ കത്തിക്കാ എന്നിൽ, തീ കത്തിക്കാ സ്വർഗീയ രാജാവേ, തീ കത്തിക്കാ. നീ ഇവിടെ പാട്ടും പാടി തീയും കത്തിച്ചിരുന്ന പണി തീരുമോ? മറന്നുപോയോ? ഇന്നല്ലേ യേശുവിനെ നമ്മൾ ഇവിടെ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനും കൂടെ വന്നാൽ എങ്ങനെയാ? ഒരു 10-25 കൂട്ടം കറിയെങ്കിലും ഒരുക്കണ്ടേ? സ്റ്റാർട്ടർ വേണം, വെൽക്കം ഡ്രിങ്ക് വേണം, അപ്പം വേണം, ഫിഷ് മോളി വേണം, ഐസ്ക്രീം വേണം, അങ്ങനെ എന്തൊക്കെ ഒരുക്കിയാലാ? മാർത്തേ, നമ്മൾ യേശുവിനെ അല്ലേ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്. യേശുവിന് 10-25 കൂട്ടം കറികളൊന്നും വേണ്ട. നിനക്കറിയില്ലേ, അപ്പവും മീനുമാണ് ഗുരുവിന് ഏറെ ഇഷ്ടം. കുറച്ച് അത്തിപ്പഴം കൂടെ ഉണ്ടെങ്കിൽ ഏറെ സന്തോഷമാവും. ലാസറച്ചാൻ ഇങ്ങോട്ടേ പോന്നേ. യേശുവിന്റെ പ്രസംഗം ഇവിടെ ഗലീല കടൽക്കരയിൽ നടക്കുന്നത് നീ മറന്നുപോയോ? വളരെ അത്ഭുതങ്ങളും രോഗശാന്തിയും അവിടെ നടക്കുന്നു. അന്തർ കാണുന്നു, മുടന്തർ നടക്കുന്നു, വ്യാധികൾ മാറുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലാസറച്ചായ, എനിക്കും വരണമെന്നുണ്ട്. പക്ഷേ യേശുവിനെ ഇന്ന് ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്ന കാര്യം മറന്നുപോയോ? ഇവിടുത്തെ പാചകം ഒന്നും തീർന്നിട്ടില്ല. എന്നാ വാ മറിയേ, നമുക്ക് പ്രസംഗം കേൾക്കാൻ പോകാം. നിക്ക് പോകാൻ വരട്ടെ. ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ കൂടി വാങ്ങിച്ചോണ്ട് വേണം വരാൻ. എന്താ വാർത്ത ഇത്? ഒരു സൂപ്പർ മാർക്കറ്റ് മുഴുവനും ഉണ്ടല്ലോ ഇത്. അതെ അച്ചായ, ഇവിടെ ചിക്കനില്ല, മട്ടണില്ല, മല്ലിയിലയില്ല, ജ്യൂസില്ല, അത്തിപ്പഴമില്ല. അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ശരി, വിവരിക്കണ്ട. പ്രസംഗം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നോളാം. എന്നാൽ നമുക്ക് പോകാൻ ലാസറച്ചായ. മാർത്തേ, പറ്റുമെങ്കിൽ നീയും കൂടി വാ ഞങ്ങളുടെ കൂടെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എല്ലാവരും കൊടുത്തതിലും ഭംഗിയായി യേശുവിന് നമുക്ക് ഡിന്നർ കൊടുക്കണം. ഒട്ടും കുറയ്ക്കാൻ പാടില്ല. ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യും? അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വാ. മാർത്തേ, യേശു ഗിരിപ്രഭാഷണത്തിൽ നമ്മെ എന്താ പഠിപ്പിച്ചത്? മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ എന്നല്ലേ? അതൊക്കെ ശരി തന്നെ. ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റൊന്നിന് വളമാകൂ. ഇവിടുത്തെ പണി ഞാൻ തന്നെ ചെയ്യണം. എനിക്കെന്നും അടുക്കള തന്നെ ശരണം. എന്നാ ശരി, ഞങ്ങൾ പോയിട്ട് വരാം. പോകുന്നതൊക്കെ കൊള്ളാം. ആരെങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ കൂടുതൽ വിസ്തരിക്കാനൊന്നും നിൽക്കണ്ട. സൂമിലൂടെയോ യൂട്യൂബിലൂടെയോ പ്രസംഗം കാണുന്നുണ്ടെന്നങ്ങ് പറഞ്ഞാൽ മതി. ഓ ശരി. പിന്നെ ലൈവ് എടുക്കുന്നവരോട് പറയണം, അവിടുത്തെ ഓഡിയൻസിനെ ഒന്നും കാണിക്കണ്ട, യേശുവിനെ മാത്രം കാണിച്ചാൽ മതി എന്ന് കേട്ടോ. പിന്നെ മറിയേ, അവിടെ അത്ഭുതങ്ങൾ വല്ലതും നടന്നാൽ നീ അപ്പോൾ തന്നെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ പോസ്റ്റ് ചെയ്യണേ. ആരാണാവോ വന്നത്? ആ ശലോമി, നീയായിരുന്നോ? നീ എന്താടി വടിയൊക്കെ പിടിച്ച്? നല്ല ഭംഗിയുള്ള വടിയാണല്ലോ. ഇപ്പം വടിയില്ലാതെ നിനക്ക് നടക്കാൻ വയ്യെന്നായോ? എടീ, ഇതെനിക്ക് നടക്കാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇത് മോശം ഉപയോഗിച്ച് അംശോടിയാണെന്ന് പറഞ്ഞ് പണ്ടെൻ്റെ മോൻ കൊണ്ടു തന്നതാ. നമ്മുടെ തോമസം മാവുങ്കലില്ലേ, പുള്ളിയുടെ കയ്യിൽ നിന്ന് 10-25 ലക്ഷം കൊടുത്ത് വാങ്ങിച്ചതാണെന്ന് അവൻ പറഞ്ഞത്. ആണോ? ആഹാ. പിന്നെ എന്തൊക്കെയുണ്ടടി വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു.
നീ എന്തെടുക്കുമായിരുന്നു? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാ നീ പ്രാർത്ഥിച്ചോ, ഞാൻ പിന്നെ വരാം. പോകാൻ വരട്ടെ, പ്രാർത്ഥന പിന്നെയും ആകാലോ. നീ ഇരിക്ക്, ഒത്തിരി നാളായില്ലേ നിന്നെ കണ്ടിട്ട്. ഭയങ്കര തിരക്കായിരുന്നടി. അതുകൊട്ടെ, നീ ഇന്ന് യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ പോയില്ലേ? നീ അറിഞ്ഞില്ലേ? ഞങ്ങളാണ് ഇന്ന് യേശുവിന് ഡിന്നർ കൊടുക്കുന്നത്. ഒരു 5 സ്റ്റാർ ഡിന്നറാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശലോമി, നീ എന്താ പ്രസംഗത്തിന് പോകാഞ്ഞത്? അതിന് ഈ പ്രസംഗം 1-2 ദിവസമാണോ ഉള്ളത്? 15 ദിവസമല്ലേ? പറയുന്നവർക്ക് അങ്ങനെ പറഞ്ഞാൽ പോരെ? പിള്ളേർക്കാണെങ്കിൽ ക്ലാസ്സും ട്യൂഷനും ഒക്കെ ഉണ്ട്. ഞാൻ വല്ല സൂമിലോ യൂട്യൂബിലോ ഒക്കെ കണ്ടോളാം. നീ തന്നെ പറ, എക്സാം ആണോ പ്രസംഗമാണോ വലുത്? അത് പിന്നെ എക്സാം തന്നെയല്ലേ. എടി മാർത്തേ, നീ ഇന്ന് ഫേസ്ബുക്ക് ഇൻസ്റ്റയൊന്നും നോക്കിയില്ലേ? ഇല്ലടി, ഞാനൊരു അരമണിക്കൂർ മുമ്പേ നോക്കിയായിരുന്നു. എന്താ ശലോമി? അതെ, നമ്മുടെ റാഫേലിൻ്റെ സാറയില്ലേ, അവൾ പള്ളിയിൽ നിന്ന് ടൂറിന് പോയ ഫോട്ടോയും വീഡിയോയും ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. അവളുടെ ഒരു പത്രാസ്. ഞാൻ ലൈക്കൊന്നും അടിച്ചിട്ടില്ല. നീ ലൈക്ക് അടിക്കണ്ട കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ ഏതായാലും. മറുതെ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഭയങ്കര തിരക്കാടി. പിള്ളേർക്ക് ഓൺലൈനിൽ നീന്തൽ ക്ലാസ്സും ഓട്ടോ മത്സരവും ഒക്കെ ഉണ്ട്. കൂടാതെ എനിക്ക് സൂംബ ഡാൻസിൻ്റെ പ്രാക്ടീസും ഉണ്ട്. ആ വടി ഇങ്ങോട്ട് എടുത്തേ, ഞാൻ പോട്ടെ. എന്നാ ശരിയടി. ഈ ചെറിയ സ്ക്രീനിൽ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. ഐപാഡ് എടുക്കാം, അതാവുമ്പോൾ വലിയ സ്ക്രീനിൽ കാണാം. പള്ളിയുടെ ആദ്യപോലെ പെരുന്നാളാണോ? പരസ്യമൊക്കെ ഉണ്ടല്ലോ. എന്തൊക്കെയാ? നമ്മുടെ പൗലോസിന്റെ ബർത്ത്ഡേ ആണോ? ഇവനൊക്കെ ഏത് നേരം FB പോസ്റ്റ് ഇടാനേ നേരമുള്ളൂ. ഏതായാലും വിഷ് ചെയ്തേക്കാം. ഹാപ്പി ബർത്ത്ഡേ. ഒരു കേക്ക് കൂടി. സാറയുടെ വെഡിങ് ആനിവേഴ്സറിയോ? 15 വർഷമായോ? കണ്ട അവക്കൊന്നും പ്രായം തോന്നില്ല കേട്ടോ. അവിടെ വീട്ടിലാണെങ്കിൽ എന്നും അടിയും ബഹളവാ. എൻ്റെ ഇരിക്കട്ടെ ഒരു ഹാപ്പി ആനിവേഴ്സറി. പൂ വേണോ ഹൃദയം വേണോ? പൂ ഇരിക്കട്ടെ. അയ്യോ, സമയം പോയല്ലോ. ഫേസ്ബുക്കിൽ നോക്കിയിരുന്ന സമയം പോകുന്നതേ അറിയില്ല. ശേ, പണിയൊന്നും തീർന്നിട്ടുമില്ല. ആരൊക്കെ ഇത്? സൂസന്റെ റെബേക്കയുമോ? വാ ഇരിക്ക്. മാർത്തേ, നിന്നെ മാത്രം യേശുവിന്റെ പ്രസംഗത്തിന് കണ്ടില്ല. മറിയ ലാസറും ഏറ്റവും മുമ്പിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ. യേശുവിനെ ഇന്ന് ഇവിടെ ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ട് ഞാൻ പോയില്ലെന്നേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു പ്രസംഗം? വളരെ അനുഗ്രഹീതമായ പ്രസംഗമായിരുന്നു. എനിക്കത്ര അനുഗ്രഹമായിട്ടൊന്നും തോന്നിയില്ല. 2 ദിവസമായി ഇത് തന്നെയല്ലേ കേൾക്കുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് തന്നെയല്ലേ പറഞ്ഞത്. ഞാനിടയ്ക്കൊന്ന് ഉറങ്ങിപ്പോയി. അല്ലെങ്കിലും നീ പ്രസംഗം കേൾക്കാനല്ലല്ലോ വരുന്നത്. നീ ഇപ്പോ പഴം വാങ്ങാനല്ലേ വരുന്നത്. നീ ഒന്ന് പോയേ. അയ്യോ മാർത്തേ, നിന്നെ കണ്ട അപ്പടി വല്ലാതായിരിക്കുന്നല്ലോടി. നീ ഇപ്പം ബ്യൂട്ടി പാർലറൊന്നും പോകാറില്ലേ? സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ലേ? എന്നാ പറയാനാ, ഈ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് എവിടെയാ സമയം ബ്യൂട്ടി പാർലറിൽ പോകാൻ? അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യമൊക്കെ ആരെ കാണാനാ? നിങ്ങളിരിക്കെ കാപ്പി എടുക്കാം. വേണ്ട മാർത്തേ, നിനക്കൊത്തിരി പണിയുള്ളതല്ലേ. ഞങ്ങൾ ഇറങ്ങട്ടെ. സാരമില്ല, നിങ്ങൾ വല്ലപ്പോഴും അല്ലേ വരുന്നത്. നിങ്ങളിരിക്കെ. നിനക്ക് തിരക്കാണെങ്കിൽ നീ അങ്ങ് പോയിക്കോ. മാർത്തേ, നീ നമ്മുടെ പള്ളിയിലെ പരിപാടികളൊക്കെ അറിയുന്നുണ്ടല്ലോ. ആദ്യമല്ല പെരുന്നാള്, ടൂറ്, എന്തെല്ലാമാ നടക്കുന്നത്. ഞാനിതൊക്കെ എങ്ങനെ അറിയാനാ? മറിയ ഇവിടെ വന്ന ആത്മീയ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പിന്നെ വല്ലപ്പോഴും പള്ളിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. റെബേക്ക, നമുക്ക് പോകാം. മാർത്തേ, നിന്റെ പണി നടക്കട്ടെ. യേശു പറഞ്ഞിട്ടില്ലേ, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും നാം വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന്. ഒരു വിശുദ്ധ വന്നേക്കുന്നു. മാർത്തേ, എന്റെ സഹായം വല്ല ആവശ്യമുണ്ടോ നിനക്ക്? എന്നാ കുറച്ച് വെജിറ്റബിൾ അരിഞ്ഞതാ. അയ്യോ, ഇപ്പോഴാ ഞാൻ ഓർത്തേ. അച്ചായൻ ഓഫീസിൽ നിന്ന് വരാൻ സമയമായി. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. പിന്നെ ഇവളുടെ വെജിറ്റബിൾ അരിഞ്ഞിട്ട് വേണം നമ്മുടെ കയ്യിൽ കറിയാതെ. എന്നാലും നമുക്ക് കുറച്ച് സഹായിക്കാമായിരുന്നു. പിന്നെ യേശു വരുമ്പോഴത്തേക്ക് എല്ലാരും ഇങ്ങ് വരണേ. മാർത്തേ, നമ്മുടെ വീട്ടിലെ പണിയെല്ലാം എന്തായി? കഴിഞ്ഞോ? മറിയ, എന്ത് പറയാനോ, ഒന്നും കഴിഞ്ഞില്ല. സമയം പോയതറിഞ്ഞില്ല. ഏതായാലും നീ വന്നല്ലോ, നമുക്ക് ഒരുമിച്ച് പണി തീർക്കാം. വേഗാകട്ടെ. ലാസറച്ചായ,
ഞാൻ തന്ന ലിസ്റ്റിലെ സാധനങ്ങളൊക്കെ കിട്ടിയോ? ആ കിട്ടി. ദേ നീ നോക്ക്, എല്ലാം ഇതിലുണ്ട്. എന്റെ മാർത്തേ, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നീ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ നോക്കി സമയം കളയുമെന്ന്. സമയം തക്കത്തിന് ഉപയോഗിക്കാൻ യേശു നമ്മെ പഠിപ്പിച്ചത് നീ മറന്നുപോയോ? ദേ മറിയേ, നീ അധികം വിശുദ്ധയാകാനൊന്നും നോക്കണ്ട. ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ആരാ വീട്ടുജോലി ചെയ്യുന്നതെന്ന്. പെട്ടെന്ന് അങ്ങോട്ട് ആ വെജിറ്റബിൾ അങ്ങോട്ട് കട്ട് ചെയ്തേ. ഇവളുമാരെ കൊണ്ടൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. മിക്കവാറും സൊമാറ്റോയോ സ്വിഗ്ഗിയോ വഴി ഓർഡർ ചെയ്യേണ്ടി വരുമായിരിക്കും. പ്രസംഗം കഴിഞ്ഞിട്ട് ഒരുപാട് നേരമായി. യേശു വരാറായെന്നാ തോന്നുന്നു. മറിയേ, വാ ഇങ്ങോട്ട്. നിക്ക്, ഞാൻ അല്പനേരം യേശുവിന്റെ കൂടെ ഇരിക്കട്ടെ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ഗുരു, ഞാനിവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അങ്ങക്ക് ഒരു വിഷമവും തോന്നില്ലേ? എന്നെ സഹായിക്കാൻ എവിടുന്ന് മറിയോട് ഒന്ന് പറഞ്ഞാലും. മാർത്തേ, മാർത്തേ, നീ പലതിനെയും കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ. അല്ല, ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതാരും അവളിൽ നിന്ന് എടുക്കുകയുമില്ല. ഇത് ദുഷ്കാലമായാൽ ഓർത്തിടുവിൻ, സമയം തക്കത്തിൽ ഉപയോഗിക്കുവിൻ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമിതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുവിൻ.